ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ മാതൃലക്ഷ്മി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തുമ്പിച്ച മാത്രമേ സ്കൂളിൽ പോകുന്നുള്ളൂ. ഞാൻ അപ്പുനെയും കൊണ്ട് ആശുപത്രിയിൽ പോവാണ്. നമ്മുടെ കട്ടപ്പനയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ചേട്ടത്തിനെ ടാറ്റ പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രഷപ്പായി റെഡിയായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടേട്ടനെ വിളിച്ചിട്ടുണ്ട്. കുട്ടേട്ടൻ പണിക്ക് പോയി. അപ്പോൾ കുട്ടേട്ടനെ വിളിച്ചിട്ടുണ്ട് ഓട്ടോ പറയാനായിട്ട്. അപ്പം ഓട്ടോ വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഓട്ടോ വന്നു. അപ്പം ഓട്ടോയിൽ കയറിയതിന് ശേഷം ഞാൻ പറയാം കേട്ടോ എന്ത് പറ്റിയെന്ന്. കഴിഞ്ഞ ദിവസം കുഞ്ഞ് അവിടെ നിന്നൊരു ഡാൻസ് കളിച്ചു. നമ്മുടെ ഹാളിൽ നിന്നൊരു ഡാൻസ് കളിച്ചു. അപ്പോഴത്തേനും കുഞ്ഞിൻ്റെ കാലൊന്ന് സ്ലിപ്പായിപ്പോയി. തല തറയിൽ നല്ല പോലെ ഇടിച്ചു. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് എന്താ പറയണ്ടത്, പൊങ്ങി വന്നിട്ടുണ്ട്, ബൾജായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ആ സമയത്ത് സഹകരണ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് തലയൊന്ന് CT സ്കാൻ ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം കുഞ്ഞായതുകൊണ്ട് നമുക്കത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ പള്ളിക്കവല നമ്മുടെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് പള്ളിക്കവല. ഇവിടുന്ന് തൊട്ടടുത്താണ് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ. അവിടെ തലയിൽ നല്ലപോലെ മുഴച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഡോക്ടർ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പം നമുക്ക് തൊട്ടടുത്ത് ചെയ്യാൻ പറ്റുന്നത് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലാണ്. അപ്പം ഞങ്ങൾ അവിടെ വന്നു. അവിടെ വന്നപ്പോഴത്തേനും കുഞ്ഞിന് വളരെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന പോലെ ഗാർഡനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ ചോദിച്ചു ഇത് എവിടെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. കറക്റ്റ് നമുക്കറിയില്ല, ഹോസ്പിറ്റൽ വളരെ വലുതാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ നമ്മൾ ബില്ല് അടയ്ക്കേണ്ട സ്ഥലം കണ്ടു, അതുപോലെ തന്നെ CT സ്കാൻ ചെയ്യുന്ന സ്ഥലം കണ്ടു. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൂനെ നമ്മുടെ ചീട്ട് കാണിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കമ്മലും മാല എല്ലാം ഊരിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പുള്ളിക്കാരൻ നന്നായിട്ട് പേടിച്ചാണ് നിൽക്കുന്നത്. നമുക്ക് അകത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ സ്കാനിങ് ആദ്യമായിട്ടാണ് CT സ്കാൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ കുഞ്ഞിനെ അകത്ത് കയറ്റിയിട്ട് ആ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് ഒക്കെയാണ് ചെയ്തത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ കണ്ടില്ലേ ഒന്നും ആണോ? അതൊന്നും ചെയ്തില്ല. അതകത്തോട്ട് കയറ്റി വിട്ടു, പിന്നെ പുറത്തോട്ട് ഇങ്ങനെ വന്നു, അങ്ങനെയുള്ളൂ കേട്ടോ. അതെന്തിനാ പേടിച്ചേ? ഇങ്ങോട്ടേക്ക് ഞാൻ വെറുതെ പേടിച്ചു. ഒന്നും പറ്റിയില്ലല്ലോ കൊച്ചിന്. കണ്ടോ അവിടെ ചാടി ഇറങ്ങാൻ നോക്കിയില്ലേ? അവിടെ നമ്മുടെ അപ്പൂട്ടൻ നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. അവൾക്ക് പേടിച്ച് കഴിഞ്ഞാൽ കുട്ടേട്ടനെ വിളിക്കണം. അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടേട്ടനെ കുറേ പ്രാവശ്യമായിട്ട് വിളിച്ചു. കരച്ചിലൊക്കെ ആയിരുന്നു. ഒരു വിധത്തിലാട്ടോ നമ്മൾ അകത്തേക്ക് കടത്തി വിട്ടത്. അങ്ങനെ നമ്മൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 1 മണിക്കൂറെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് താമസമുണ്ടെന്ന് പറഞ്ഞിരുന്നു സിസ്റ്റർ. അപ്പം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അപ്പുനെ അവിടെ എല്ലാം ഒന്ന് കറക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെന്നു. അവിടെ കുറേ ഐറ്റം അതൊക്കെ കാണാനുണ്ടായിരുന്നു. സെൻറ്റ് ജോൺസിലെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പിള്ളേർ കരയൊക്കെ ആണെങ്കിലും നമുക്ക് അവരെ അതിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പൂക്കളായിട്ടും അതുപോലെ തന്നെ മൃഗങ്ങളായിട്ടും അങ്ങനെയുണ്ട് കേട്ടോ. അവിടെ താറാവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ അതൊക്കെ കാണിച്ചിട്ട് കരച്ചിലൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കാരണം 2 പേരെയും കുഞ്ഞുനാളിലൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്ന ഹോസ്പിറ്റലാണ്, നമ്മുടെ തുമ്പിച്ചൻ ജനിച്ച ഹോസ്പിറ്റലാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ഈ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിന് കേട്ടോ. നമ്മുടെ തുമ്പിച്ചനെ നമുക്ക് കിട്ടിയ ഹോസ്പിറ്റലാണ്. അങ്ങനെ നിന്നപ്പോഴാണ് എപ്പോഴും നമ്മുടെ അപ്പുകൂട്ടനുണ്ടല്ലോ, എവിടെ പോയാലും വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു കടയുണ്ടായിരുന്നു, ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ കയറി കൂൾ ഡ്രിങ്ക്സ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആശുപത്രി അല്ല, ഓരോ ദിവസവും ആശുപത്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രീതിയിലും ആശുപത്രിയുടെ ഘടനകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെല്ലുന്ന സ്ഥലത്തല്ലായിരിക്കും പിന്നെ നാളെ OP, അങ്ങനെയൊക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് വന്നു. കൊച്ചിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നാരങ്ങ വെള്ളത്തിന് ഓൾറെഡി ഓർഡർ കൊടുത്തുകൊണ്ട് ഐസ്ക്രീം ഞങ്ങളങ്ങ് സ്കിപ്പ് ചെയ്തു. അതിനുശേഷം കൊച്ചിന് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഉഴുന്നുവട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തുമ്പച്ചിന് അപ്പൂൻ്റെ മുഖം കണ്ടാൽ അറിയാം നമ്മുടെ ഐസ്ക്രീം മാറ്റി കളഞ്ഞതിൻ്റെ ഒരു ചെറിയ വിഷമം പുള്ളിക്കാരുടെ മുഖത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോന് ഇഷ്ടമുള്ള സാധനം പോയി സെലക്ട് ചെയ്തെടുത്തോളാൻ പറഞ്ഞു. അപ്പം അതിനകത്ത് പപ്സൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അതെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വേണ്ട, പുള്ളിക്കാരിക്ക് പരിപ്പുവട മാത്രം മതി. പരിപ്പുവട അല്ല കേട്ടോ, ഉഴുന്നുവട മാത്രം മതി. അങ്ങനെ നാരങ്ങ വെള്ളം കൊടുത്തപ്പോഴത്തേനും പുള്ളിക്കാരി ഭയങ്കര സന്തോഷമായി. കാരണം നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മുടെ നേരത്തെ പോലെയല്ല കട്ടപ്പനയിൽ ഇപ്പം നല്ല രീതിയിൽ ചൂടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തണുത്ത നാരങ്ങാവെള്ളം പറഞ്ഞത്. ശരിക്കും ഞങ്ങൾക്ക് കുട്ടേട്ടനെയും തുമ്പിച്ചനെയും നല്ല പോലെ മിസ് ചെയ്തു. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെയായിട്ട് പോകുന്നത്. കുട്ടേട്ടനെയും കുഞ്ഞിനെയും ഒരുപാട് മിസ് ചെയ്തു. അത് അപ്പു പറഞ്ഞു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയുടെ സ്കൂളിൽ പോകണ്ടെന്ന് അവൾ പറഞ്ഞായിരുന്നു കേട്ടോ.
പക്ഷേ കുഞ്ഞിന് LSSൻ്റെ പരീക്ഷയുണ്ട്, അത് പോരാഞ്ഞ് നമ്മുടെ വലിയ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലീവ് എടുക്കാൻ പാടില്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ നാരങ്ങ വെള്ളം എല്ലാം കുടിച്ചു, ബില്ലെല്ലാം കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഒരു നല്ല തണൽ മരമുണ്ട് കേട്ടോ. നല്ല വലിയൊരു തണൽ മരമുണ്ട് നമ്മുടെ ആശുപത്രിയുടെ തൊട്ടടുത്ത് തന്നെ. ഞങ്ങൾ കുറേയേറെ നേരം അവിടെ നിന്നു. പിന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൂൻ്റെ അടുത്ത് കളിക്കാൻ വന്നു. പിന്നെ അപ്പൂന് ഭയങ്കര സന്തോഷമായി. കുറച്ച് നേരം ഞങ്ങൾ ഫോണൊക്കെ കണ്ടു നിന്നു. കാരണം 1 മണിക്കൂർ നമുക്ക് പറഞ്ഞു 10 മണിക്കാണ് നമ്മൾ സ്കാനിങ്ങിന് കയറിയത്. 11 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് സ്കാൻ ചെയ്ത റിപ്പോർട്ട് കിട്ടാനുള്ളത്. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ നടന്നു കേട്ടോ. അതിനുശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ സ്കാനിങ് ചെയ്ത സ്ഥലത്ത് ചെന്നിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പേര് ഉടനെ തന്നെ വിളിച്ചു കേട്ടോ. അങ്ങനെ റിസൾട്ട് ആയി. അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇനി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഇന്നലെ കാണിച്ചത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ഡോക്ടറെ തന്നെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ സെൻറ്റ് ജോൺസിലെ കുഞ്ഞിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയില്ല. നമ്മൾ നേരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ പോകുന്ന വഴി കുഞ്ഞ് അതിന് എക്സ്റേ ഒക്കെ കണ്ടു. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റത്തെ താമസം മാത്രമേ ഉള്ളൂ നമുക്ക് ആശുപത്രിയിൽ എത്താൻ, അതായത് കോപ്പറേറ്റീവ് സാധാരണ ആശുപത്രിയിൽ എത്താനായിട്ട്. അപ്പം ഈ ആശുപത്രിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് നമുക്ക് ഒത്തിരി ഓട്ടോകളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. ആശുപത്രിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഓട്ടോയുണ്ട്. അപ്പം നമ്മൾ ഓട്ടോയിൽ കയറി നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. മറ്റൊരു ആശുപത്രിയിലേക്ക്. കട്ട പോസ്റ്റാണ് കേട്ടോ, ഇന്ന് ഫുൾ പോസ്റ്റാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നേരെ നമ്മൾ പോകേണ്ട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ഈ റിസൾട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. വളരെ ടെൻഷനാണ് കേട്ടോ ഞങ്ങൾ. കാരണം ഡോക്ടർ അവിടെ വെച്ച് പറഞ്ഞപ്പോഴത്തേനും ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനി ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പം നേരെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് ചെന്നു. ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേനും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം തൊട്ടടുത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. അത് തുമ്പിച്ചിനുമായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റിസൾട്ടൊക്കെ കിട്ടി. ഒരു കാര്യവും നമുക്ക് പേടിക്കാനുള്ളതില്ല. ഇനി നമുക്ക് മെഡിസിൻ വാങ്ങിച്ചിട്ട് പോയാൽ മതി. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യവതിയാണ്, ഒരു കുഴപ്പമില്ല, നോർമലാണ്. ഇത് കേട്ടപ്പോൾ തന്നെയാണ് കേട്ടോ ശരിക്കും ആശ്വാസമായത്. അപ്പോൾ തന്നെ ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു. നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വളരെ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ വളരെ ടെൻഷനേറിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. എനിക്കും ഞങ്ങളുടെ ഫാമിലിക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അവൾ ഹാപ്പിയാണ്, ഞങ്ങളും വളരെ ഹാപ്പിയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ നല്ല ആക്റ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനിയും പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.